ഇപ്പോൾ സാർ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഒരുപാട് ലഹരിക്കെതിരായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ വിൻഷി അലോഷ്യസ് അതുമായി ബന്ധപ്പെട്ട് സംഘടനകൾക്കൊരു പരാതി കൊടുത്തിരിക്കുക. അപ്പം ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് സിനിമ മാത്രമല്ല, മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഗൗരവം അനുസരിച്ച് ഒരുപാട് തരത്തിലുള്ള റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ഹോട്ടലുകൾ പോലും ഇപ്പോൾ അന്ന് സാറിൻ്റെ കാലഘട്ടത്തിൽ കുറച്ച് വലിയ ഹോട്ടലുകളിൽ റെയ്ഡ് നടക്കുന്നത് സംബന്ധിച്ച് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഭയങ്കര എവിഡൻ്റ് ആണ്, നമുക്കറിയാം ഇതുണ്ട്, അതും സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് ഉണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കേരളത്തിന്? ശക്തമായ നടപടിയാണ് ആവശ്യം. ആ നടപടി ഉണ്ടായാൽ ഇതെന്നിക്കും. ഞാൻ പറയുന്നു 24 മണിക്കൂർ കൊണ്ട് കേരള പോലീസ് വിചാരിച്ചാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിയും. ഞാനങ്ങനെ അറുത്തിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ നമ്മൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോട്ടിൽ വൻകടലിൽ പോയി പാർട്ടികൾ നടത്തുന്നവരെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വരവ് എവിടെ നിന്നാണെന്ന് പോലീസിനറിയാം. എയർപോർട്ടുകളിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്, കപ്പലുകളിൽ പിടിച്ചിട്ടുണ്ട്, വൻകിട ബോട്ടുകളിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിനൊരു വലിയ ഘടകമാണ്. ട്രെയിനുകളിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ പരാതി കഴിഞ്ഞ് 9 വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിൽ ഉറങ്ങുകയായിരുന്നു, ഒന്നും ചെയ്തില്ല. കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും ഒരുമിച്ച് വലിയൊരു ഇഷ്യൂ ആണ് ഇതെന്ന് ഉയർത്തിപ്പിടിച്ചപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇടപെടുന്നത്. അന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹം തന്നെ ഒരു സിനിമ അഭിനയിച്ച് ഞങ്ങൾക്ക് എല്ലായിടത്തും എത്തിക്കാൻ കഴിയും. മാത്രമല്ല വൻതോതിൽ പോലീസ് മറ്റൊന്നും നോക്കാതെ ശക്തമായ നടപടി സ്വീകരിച്ചു ഈ മാഫിയയുടെ വേറിറക്കാൻ കഴിയും. ഗവൺമെൻറ് മാറിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 9 വർഷമൊന്നും ചെയ്തില്ല. അവിടെയാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ നമ്മൾ കാണുന്നത്. ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചില്ല. ഇന്ന് കോളേജിലെ ഹോസ്റ്റലിൽ മുഴുവൻ ഡ്രഗ്സ്, ചെറുപ്പക്കാരായ കുട്ടികൾ മുഴുവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. ഇത് തടയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ പുതിയ തലമുറ എവിടെ എത്തുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. സിനിമയെ മാത്രമൊന്നുമല്ല, ലേഡീസ് ഹോസ്റ്റലുകളിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോൾ ലഹരിയുടെ വ്യാപനം. ഈ ലഹരിക്കെതിരെ സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ ബ്രൂവറിയും ഡിസ്റ്റിലറിയും ബോട്ടിലിംഗ് യൂണിറ്റും അനുവദിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൂടി ജനങ്ങളെ വിലയിരുത്തും. കേരളത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം പുതിയ ബ്രൂവറി തുടങ്ങുകയാണോ, ഡിസ്റ്റിലറി തുടങ്ങുന്നു, ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങുകയാണോ? അല്ലല്ലോ, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെ ലഹരിയെ പരിപൂർണമായും നിയന്ത്രിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം. ഗവൺമെൻറ് ഉദ്ദേശശുദ്ധി ശരിയാകണം, എങ്കിലും മാത്രമേ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പോലീസ് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ചെറിയ അണലി കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഡ്രഗ്സ് അടിച്ചിട്ട് ഏൽക്കുന്നില്ലെങ്കിൽ ഈ അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാക്കെ കൊത്തിക്കും. ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ട്. പൊട്ടിട്ടുണ്ട് വരുന്ന ആ പൊട്ട് ഇതിൻ്റെ ഭാഗമാണ്. നാക്കിനടിയിൽ സ്റ്റാമ്പ് പോലുള്ള സാധനങ്ങൾ, കയ്യിലൊട്ടിക്കുന്ന പ്ലാസ്റ്ററുകൾ. നമ്മൾ വിചാരിക്കും പ്ലാസ്റ്ററാണോ? അല്ല, അത് ലഹരിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്ക് അകത്തു നിന്നും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വരുമ്പോൾ അതിനെ ശക്തമായി നിയന്ത്രിക്കുക. ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു ലോഡ് അനധികൃത നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വന്നു. അത് പിടിച്ചു എന്നുള്ള വാർത്തയല്ല, പിന്നെ അത് എന്ത് ചെയ്തു എന്ന് ആരും അറിയുന്നില്ല. അവിടെയൊക്കെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഞാൻ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടലും ഞാൻ സമ്മതിച്ചിരുന്നില്ല. ഓപ്പറേഷൻ കുബേര ഞാൻ ആരംഭിച്ചൊരു പരിപാടിയാണ്. പാവപ്പെട്ട ആളുകളെ ഈ കൊള്ളപ്പലിശക്കാർ നടത്തുന്ന ക്രൂരമായ പീഡനം, ചൂഷണം, ഞാൻ ഒരു ഇടപെടലും ഞാൻ സമ്മതിച്ചിരുന്നില്ല. ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലിന് അവസരം കൊടുക്കാതെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വൻകിട ഹോട്ടലുകൾ നമുക്കറിയാം എവിടെയാവുന്നു. ഇതിൻ്റെ പ്രഭവകേന്ദ്രം പോലീസിനറിയാം. പോലീസ് ആക്ട് ചെയ്യണം. പോലീസ് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇതിൻ്റെ വേരറക്കാമായിരുന്നു. അപ്പോൾ വളരെ കൂടുതലാണ്. സിനിമ മാത്രമല്ല, എല്ലായിടത്തും എല്ലാ മേഖലയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ വ്യാപകമായ തോതിൽ ഉപയോഗിക്കുകയാണ്. അതിനെതിരായ ശക്തമായ ഒരു ഭാഗത്തൂടെ ബോധവൽക്കരണം, അതുകൊണ്ട് മാത്രമായില്ല, ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും.
ഒപ്പം തന്നെ ഈ യുവജന സംഘടനകൾ ഇപ്പോൾ DYFI പോലെയും യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ശക്തമായ കേരളത്തിൽ സ്വാധീനമുള്ള സംഘടനകൾക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ജാഗ്രത പാലിക്കാം. പലപ്പോഴും അത് ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ വേണ്ടത്ര ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ആ അവസ്ഥകളിലൊക്കെ സാറ് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി? തീർച്ചയായിട്ടും ഉണ്ട്. അത് ചെറുപ്പക്കാരുടെ സംഘടനകളെല്ലാം ഈ കാര്യത്തിൽ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുകയും ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണം. ഇത് അഡിക്റ്റായിട്ടുള്ള ആളുകളെ പിന്തിരിപ്പിച്ച് അവരെ നമ്മൾ ശരിയായ നിലയിലേക്ക് കൊണ്ടുവരണം. ഡീഹൈഡ്രേഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ളത് ആരംഭിച്ച് തിരികെ കൊണ്ടുവരണം. അതിന് കൂടുതൽ കഴിയുന്ന ചെറുപ്പക്കാരുടെ സംഘടനകൾക്കാണ്. അവരത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈസ്റ്റർ, ഇപ്പം ഇന്ന് ദുഃഖവെള്ളിയാണ് നമ്മൾ സംസാരിക്കുന്ന ദിവസം. ഇപ്പോൾ അടുത്ത ദിവസം കഴിഞ്ഞ് ഈസ്റ്ററാണ്. ഈ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം മാത്രമല്ല ആഘോഷിക്കേണ്ടതും, എല്ലാ ആഘോഷത്തിലും പങ്കുചേർന്നേ പറ്റൂ, മാനസികമായി തന്നെ അതിനകത്ത് പങ്കെടുത്തേ പറ്റൂ. അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഒരു ജീവിത രീതിയായിരിക്കും തുടരുക. പക്ഷേ ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും എപ്പം മുതലാണ് എല്ലാവരുടെയും ആഘോഷത്തിൻ്റെ ഭാഗമാവണം എന്നുള്ളൊരു മനസ്സ് രൂപപ്പെട്ടത്? നമ്മൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലായിടത്തും നമ്മളിൽ ഇടതുനിന്ന് ജീവിക്കല്ലേ. എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് നമ്മളെ വിളിക്കുന്നില്ലേ ഈസ്റ്റർ അല്ലേ? ചെറിയ പെരുന്നാൾ വരുമ്പോൾ നമ്മളെ വിളിക്കുന്നില്ലേ? വിഷു വരുമ്പോൾ നമ്മളെ വിളിക്കുന്നില്ലേ? അപ്പം അങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും നമ്മളിതിൻ്റെയൊക്കെ ഭാഗമായി മാറും. പക്ഷെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഇതൊക്കെ ചിലയിടത്തൊക്കെ നമ്മൾ ചില ആൾക്കാരോട് കുറച്ച് കൂടുതൽ അടുത്ത് നിന്നോ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയില്ല. നമ്മളെ വിളിച്ചാൽ അങ്ങനെയുള്ള സമയത്തെല്ലാം നമ്മൾ പോകാറുണ്ട്. പോകണം, എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകണം. അതാണ് ആവശ്യം. അത് മനസ്സുകൊണ്ട് തന്നെയാണോ നമ്മൾ പങ്കെടുക്കുന്നത്? അതേ നമ്മൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലെ? അല്ലല്ല, മനസ്സുകൊണ്ട് തന്നെയാണ്. മനസ്സുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നതല്ല മനസ്സ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അവരുടെ ഒരു വികാരത്തെ കൂടി റെസ്പെക്ട് ചെയ്തുകൊണ്ട് കൂടിയാണ്. ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ അവരുടെ വികാരത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ എത്തുന്നത്. അല്ലാണ്ട് നമ്മളാരും കാണിക്കാൻ വേണ്ടിയല്ല. എൻ്റെ ആവശ്യമില്ല. നമ്മൾ കൂടെ അവരുടെ കൂടെ ഒപ്പം പങ്കുചേരുക, അവരിൽ ഒരാളായി മാറുക എന്നുള്ളതാണ്. ഈ പിള്ളേരുടെ പുതിയ വാക്കുകളൊക്കെ പഠിക്കാറുണ്ട്. ഇപ്പോൾ തഗ് പറയാന്ന് പറയുന്നത് ഒരു സ്ഥിരം സ്വഭാവമാണ്. ഇപ്പോൾ സംസാരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ് പറയുന്നത് ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തഗ് പറഞ്ഞില്ലെങ്കിലാണ് നമുക്ക് എന്തോ ഒരു വിരോധം ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു തഗ് കേൾക്കുമ്പോൾ എങ്ങനെയായി പ്രതികരിക്കുക? അല്ല, അതിപ്പോൾ നമ്മൾ അവരോട് ഇടപെടാത്തതുകൊണ്ട് അറിയത്തില്ല. അല്ല, എങ്കിലും ഈ എന്താ പറയുക, പുതിയൊരു കാലഘട്ടവും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടല്ലോ. പിള്ളേരെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ അവർ കാണുന്ന കാർട്ടൂണുകൾ നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. നമുക്കിപ്പോൾ ടോം ആൻഡ് ജെറിയൊക്കെ ഒരേ അറിയായിരിക്കും. അതിനുശേഷമുള്ള ഇതിപ്പോ ഇളയ മോനുള്ളതുകൊണ്ട് അവന് ഈ കാർട്ടൂണെല്ലാം വെക്കാറുണ്ട്. അതെ. അപ്പോൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കുമോ ഇതൊക്കെ എന്തൊക്കെയാണ്? അതെല്ലാം അറിയാം. 4 വയസ്സേ ഉള്ളൂ, ഇതെല്ലാം അറിയാം. ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടോ അല്ലെങ്കിൽ അയാളോട് സംസാരിക്കേണ്ട സമയത്തൊക്കെ എങ്ങനെയാ ചോദിക്കുക? അതപ്പോ അവൻ പറയണമെങ്കിൽ കുറച്ചൊരു നമ്മളൊരു കളത്തരമൊക്കെ കാണിക്കാൻ പറയല്ലേ? ഇങ്ങോട്ട് തന്നെ പറഞ്ഞോളൂ. എല്ലാം ഇങ്ങോട്ട് പറഞ്ഞോളൂ അല്ലേ? നമ്മള് ചോദിക്കണ്ട, അവന്റെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുകയൊക്കെ ചെയ്യും. പറയും അവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നത്. അവര് കാണുന്ന സിനിമയൊക്കെ ഒരുമിച്ചിരിക്കോ? ഇരിക്കാറുണ്ട്. എപ്പോഴും TV കാണണമെന്നും പറഞ്ഞിട്ട് ഇവിടെ അടിയാ. റിമോട്ടിന് അടിയുണ്ടോ എല്ലാവരും തമ്മില്? ഇവര് തമ്മിൽ അടിയാ. ന്യൂസ് വെക്കണം എന്നും പറഞ്ഞിട്ട് കാർട്ടൂൺ വെക്കണം. പക്ഷെ അവൻ ന്യൂസ് വെച്ചത് ഒരു പ്രതിപക്ഷ ബഹുമാനം വന്നോളൂ. ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷെ കഴിഞ്ഞ ടൈമിൽ അത്യാവശ്യം പ്രതിപക്ഷ നേതാവായിട്ട് വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും അത് കൃത്യമായി നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു, എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദന് ശേഷം പിന്നെ നമ്മൾ ഈ പ്രതിപക്ഷ നേതാവിൽ കുറച്ചുകൂടെ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇലക്ഷനിൽ പ്രതിഫലിച്ചില്ല. ഇതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ നോക്കുന്നത് ഏറ്റവും വലിയ ജോലി പ്രതിപക്ഷ നേതാവിന്റെ ജോലിയല്ലേ സത്യത്തിൽ? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഓരോ കുറ്റങ്ങളും കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ തന്നെ ഏതാണ്ട് ഒരു 9 ഇഷ്യൂസ് അഴിമതി ഞാൻ പുറത്തു കൊണ്ടുവന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ എത്ര മനുഷ്യാധ്വാനമുണ്ട്, എത്ര പ്രയാസപ്പെട്ടാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. രേഖകളുടെ പിൻബലമില്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യമല്ലാത്തൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഗവൺമെന്റിന് ഈ 9 കാര്യത്തിനും തിരികെ പോകേണ്ടി വന്നു, U-turn അടിക്കേണ്ടി വന്നു. പക്ഷെ ഈ രേഖകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്കത് കിട്ടണം. അതൊരു വലിയ പ്രോസസ്, എന്നിട്ട് അത് നമ്മൾ വിശ്വസിക്കണം. ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ വീണ് പോകരുത് എന്നുള്ളതും ഉണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്തത്, അങ്ങനെ കിട്ടിയത് കൊണ്ടാണല്ലോ ഗവൺമെന്റ് പിന്നോട്ട് പോകേണ്ടി വന്നത്.
9 കേസുകളിലും പിന്നോട്ട് പോകേണ്ടി വന്നു. ഉം. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി എന്താണ്? സർക്കാരിനെ തിരുത്തിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ 9 കാര്യത്തിൽ ഞാൻ സർക്കാരിനെ തിരുത്തിക്കുകയുണ്ടായി. ഉം. അപ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സർക്കാരിനെ തിരുത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ്റെ ചുമതല എന്ന് പറയുന്നത്. ഉം. അത് ആ സമയത്ത് നമ്മൾ നിർവഹിച്ചു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാത്ത വേറെ ചില കാര്യങ്ങളാണ്. അത് കോവിഡായിരുന്നു നമ്മുടെ ആൾ. പിന്നെ കോവിഡിൻ്റെ കുറേ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടി. ഇതൊക്കെ കുറച്ച് ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു. പക്ഷെ അതിനുശേഷം തുടർച്ച കണ്ടെത്തി. ഇനിയിപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ ആ തരത്തിൽ? തീർച്ചയായിട്ടും ഇന്നത്തെ ഗവൺമെൻറ് വളരെ അൺപോപ്പുലറാണ്. ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. ഒരു തുടർഭരണം ഉണ്ടായ ദുരന്തം കേരളം അനുഭവിക്കുകയാണ്. സാമ്പത്തിക തകർച്ച, പുതിയ പദ്ധതികളില്ലായ്മ, ഉള്ള പദ്ധതികൾ തന്നെ നടപ്പാക്കാത്തത്, അഴിമതി, സ്വജനപക്ഷപാതം, പിന്നെ അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തതിനുള്ള സാമ്പത്തിക തകർച്ച, ജോലി ചെയ്താൽ പോലും ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തുടർഭരണം ഒരു തെറ്റായിപ്പോയെന്ന് ജനങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ശുഭപ്രതീക്ഷ ആവണം. ഈ നിങ്ങൾ രണ്ടുപേരും ആണ് ശരിക്കും ഇതിനകത്ത് രാഷ്ട്രീയ ജീവിതത്തിലും സത്യത്തിൽ പാർട്ട്നേഴ്സ് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ആൾക്കാരാവണം. ഇല്ലെങ്കിൽ നമുക്കത് മാനസികമായി മുന്നോട്ട് പോകില്ല. അപ്പോൾ ക്വാളിറ്റീസ് കണ്ടുപിടിച്ചായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. എന്താണ് ശരിക്കും കണ്ട ക്വാളിറ്റി? ഭാര്യയിൽ കണ്ട നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഭാര്യ കുടുംബം നോക്കും, അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. കുട്ടികളെ നോക്കും, കുടുംബം നോക്കും. നമുക്ക് ബോധറേഷൻ ഇല്ല. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല അതുപോലൊരു മേഖലയാണ്. കാരണം നമ്മൾ 24/7 ആണ്. അപ്പോൾ അതുകൊണ്ട് പലതിനും നമുക്ക് അതേസമയം എല്ലാ കുട്ടികളെ വളർത്തിയെടുത്തതും കുട്ടികളെ വളർന്നതും കുടുംബം മുന്നോട്ട് കൊണ്ടുവന്നതും ഒക്കെ ഭാര്യയുടെ ക്രെഡിറ്റാണ്. അതിനകത്ത് നമുക്കൊരു പങ്കുമില്ല. അതന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. തിരിച്ചെന്തൊക്കെ ക്വാളിറ്റീസാണ്? സമയം തരുമ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സമയം തരുമോ? അപ്പോൾ അത് വെച്ചിട്ടാണോ മാനേജ് ചെയ്തിരുന്നത്? പരാതികളൊക്കെ അല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും പറയായിരുന്നു. എല്ലാത്തിനും സപ്പോർട്ടും ഉണ്ടായിരുന്നു. വേണമെങ്കിൽ 2 തല്ലും കൊടുക്കായിരുന്നു. തല്ലിയിട്ടൊന്നും ഇല്ലല്ലേ? ഇല്ല ഇല്ല. പക്ഷെ ഞങ്ങളൊന്നും കാണാറില്ല, വല്ലപ്പോഴും കാണും. മാന്തയൊന്നും ചെയ്യില്ല. അപ്പോ എന്താണ് ചെയ്യുന്നത്? മാന്തലൊക്കെ കിട്ടുമായിരിക്കും അല്ലേ ചെറുതൊക്കെ? പക്ഷെ എങ്കിലും കുറെ ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കി വെക്കുമല്ലോ. ഇന്ന കാര്യങ്ങൾ നമ്മൾ ആശ്വസിക്കുന്നുണ്ടാവും. മക്കളെയൊക്കെ എവിടെയാണേലും എന്നും വിളിക്കും. എവിടെയാണേലും എന്നെ വിളിച്ചില്ലെങ്കിൽ അവരെ വിളിക്കും. എല്ലാ കാര്യം സംസാരിക്കുമായിരുന്നു. അപ്പൊ ദേഷ്യം വന്നാലും അവരെയൊക്കെ വിളിച്ച് സംസാരിക്കാനും പറ്റില്ല. അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ തിരികെ വിളിക്കില്ലേ? വിളിച്ചാലും വിളിക്കാറുണ്ട്. ഞങ്ങള് കൂടുതലും ഡൽഹിയിലായിരുന്നു മക്കൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ. എനിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ VRS എടുത്തു. അന്നേരം എന്നും ചേട്ടൻ നാട്ടിലായിരുന്നല്ലോ, മിക്കവാറും വിളിക്കുമായിരുന്നു. എങ്കിലും നമുക്കൊരു പ്രത്യേക ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ സമയത്താണ് കിട്ടേണ്ടത്. അപ്പൊ പിന്നെ പരാതിയായിരിക്കും. മിണ്ടാതിരിക്കും. അങ്ങനെ വഴക്കൊക്കെ കൂടാറുണ്ട്. പിണങ്ങിയിരിക്കോ? ഞാൻ കൂടുതലും വഴക്കൂടും. എന്നോട് അങ്ങനെയൊന്നും അല്ല, വഴക്കൂടിയിട്ട് പിണങ്ങിയിരിക്കും. എത്ര ദിവസം വരെ നീളും? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് തന്നെ വിളിക്കും. ഇങ്ങോട്ട് എക്സ്ക്യൂസ് പറയൂ അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകും. ഇതൊരു ബാലൻസിങ് ആണ്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്ന എല്ലായിടത്തും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഇവിടെ കൂടുതലാവാനാണ് സാധ്യത. കാരണം അത്രയും ടൈം കിട്ടുന്നില്ല. സാധാരണ ഒരു ജോലിയല്ലല്ലോ ചെയ്യുന്നത്, ഏത് ടൈമിലാണെന്നുള്ളത്. അപ്പം ഇതിന് കുറച്ചുകൂടെ വേറൊരു ക്ഷമ വേണ്ടേ? നമ്മൾ പുറത്ത് കാണിക്കുന്നത് പോലെയല്ല. പരസ്പരം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ കുടുംബജീവിതത്തിലെ ആ മനസ്സിലാക്കലാണ് ശരിക്കും. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ യാത്ര ഭയങ്കര ഒരു അനുഭവമാണ്. യാത്ര പോലെ നമ്മളെ മാറ്റുന്ന വേറൊരു സംഗതിയില്ല. ഇപ്പം സാറിൻ്റെ യാത്രകൾ എത്രത്തോളം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളിനെ, നമുക്കറിയുന്ന ഒരാളിനെ അല്ലാതെ നമ്മൾക്ക് ഇപ്പം തരുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡറെ കിട്ടണമെങ്കിൽ നമ്മളുടെ യാത്രകളൊക്കെ അതിനകത്ത് സഹായിച്ചിട്ടുണ്ടോ? പല നാടുകൾ സഞ്ചരിക്കുന്ന അനുഭവം, വായന. അപ്പൊ യാത്രകൾ ശരിക്കും ഒരു രസത്തിനപ്പുറത്തേക്ക് എങ്ങനെയാണ് യാത്ര? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യ മുഴുവൻ അങ്ങനെ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും പണ്ടും ഞാൻ ചെയ്യുമായിരുന്നു. യാത്ര ഏറ്റവും ഇഷ്ടമാണ്. യാത്ര, സ്ഥലങ്ങൾ കാണുക, ആളുകളെ കാണുക, പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുക, ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ആളുകളോട് ഇന്ററാക്ട് ചെയ്താണോ യാത്ര ചെയ്യണം? അതേ ഭംഗി മാത്രം കണ്ട്? അല്ലല്ല, ആളോട് സംസാരിക്കും. ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അടുത്തിരിക്കുന്ന ആളോടൊക്കെ വർത്താനമൊക്കെ പറയും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, ചോദിക്കും, അതൊക്കെ ചെയ്യും. പുറത്ത് വിദേശത്തൊക്കെ എവിടെയൊക്കെ യാത്ര? പോകുന്ന സന്ദർഭങ്ങളിൽ അതൊക്കെ ഉണ്ടാവും. എല്ലാം ചോദിക്കും, മനസ്സിലാക്കും. ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെയാ? രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും ഏതാണ്ട് കൗണ്ട് ചെയ്തിട്ടുള്ള എത്ര രാജ്യങ്ങളാണ്? ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഈ പാർലമെന്റിലിരിക്കുമ്പം നമുക്ക് ആ കാലഘട്ടങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ
ധാരാളം അവസരങ്ങളുണ്ട് ഉം. MP ആയിരിക്കുമ്പോഴൊക്കെ. ഇപ്പോഴതൊക്കെ കുറഞ്ഞത്. പണ്ടങ്ങനെ പ്രൈം മിനിസ്റ്റർ പോകുമ്പോൾ കൊണ്ടുപോകും, പ്രധാനമന്ത്രി പോകുമ്പോൾ കൊണ്ടുപോകും, പ്രസിഡന്റ് പോകുമ്പോൾ കൊണ്ടുപോകും, വൈസ് പ്രസിഡന്റ് പോകുമ്പോൾ കൊണ്ടുപോകും. ഇങ്ങനെ ടേൺ അനുസരിച്ച് വരുകയാണ്. ഉം. പിന്നെ ഞങ്ങൾ ആ കാലത്ത് യുവജന എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി ഇപ്പോഴത് നിന്നത്. USSRന്റെ തകർച്ചയ്ക്ക് ശേഷം അത് ഉണ്ടായിട്ടില്ല. ഈ പാർലമെന്റിൽ ഈ അടുത്ത് ബ്രിട്ടാസും സുരേഷ് ഗോപിയും കൂടെ സംസാരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു സ്റ്റൈലൊക്കെ സിനിമയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ട്രോളുകളുമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവർ പാർലമെന്റേറിയന്മാരാണ്, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോയവരാണ്, അവർ സജസ്റ്റ് ചെയ്തവരാണ്. അപ്പം അവരെയൊക്കെ നോക്കിക്കാണുമ്പോൾ എന്തൊക്കെയാണ് ഇവരെ കുറിച്ചുള്ള അഭിപ്രായം? രണ്ടുപേരും മലയാളത്തിൽ പറയേണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറെ ആർക്കും മനസ്സിലായിട്ടില്ല. സൈമൾട്ടേനിയസ് ട്രാൻസ്ലേഷൻ പോലും സമയം അല്ലെങ്കിൽ നേരത്തെ പറയണോ അത്? അല്ലെ അവർക്ക് മറ്റുള്ള അനുമതി വാങ്ങിയിരുന്നു, മലയാളത്തിൽ പറയാനുള്ള അനുമതി ഉണ്ടായിരുന്നു. അനുമതിയല്ല, നമ്മൾ എഴുതി കൊടുക്കണം ആ സമയത്തെ. ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്നത്, എന്നാൽ മാത്രമേ ആ ഇന്റർപ്രറ്റർ വരുന്ന അവിടെ ഇരിക്കത്തുള്ളൂ. ഇവരിപ്പോൾ ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് പെട്ടെന്ന് മലയാളത്തിലേക്ക് പോയപ്പം അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല. മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. അവർ രണ്ടുപേരും ഇംഗ്ലീഷ് പറയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദി പറയേണ്ടതായിരുന്നു. തമാശയായിട്ട് പറഞ്ഞത് മനസ്സിലായി. ഇവരുടെയൊക്കെ ഒരു പാർലമെന്റിലെ പ്രസൻസിനെ എങ്ങനെയാണ് നോക്കിയത്? അവരവരുടേതായത് സുരേഷ് ഗോപി ഒരു നടനല്ലേ, എന്തൊക്കെ പറഞ്ഞാലും നടൻ എന്നുള്ള നിലയിൽ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഇൻബോൺ ക്വാളിറ്റി ഇപ്പൊ MP ആയതുകൊണ്ടും മന്ത്രി ആയതുകൊണ്ട് മാറത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് ഈ പത്രക്കാരോടൊക്കെ അദ്ദേഹം ചിലപ്പം ചൂടാവുകയൊക്കെ ചെയ്യും. അതെ അതെ, അതിപ്പം സ്വസിദ്ധമായ ഒന്നാണ്, നമ്മളതിനെ കുറ്റപ്പെടുത്തണ്ട. ഒരു പ്യുവർ രാഷ്ട്രീയ നേതാവ് അല്ലല്ലോ പുള്ളി. ഉള്ളിലൊന്നും കൊണ്ടായിരിക്കത്തില്ല. അവരുടെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത. സിനിമാ താരങ്ങൾ എപ്പോഴും അങ്ങനെ പത്രക്കാരോട് ബന്ധപ്പെടാറില്ലല്ലോ. ഇപ്പൊ പക്ഷെ പുള്ളി കേന്ദ്രമന്ത്രിയാണ്. അപ്പൊ ജനങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പത്രക്കാർ സമീപിക്കുമ്പം ആ നിലയിൽ അതിനെ കാണണം. അപ്പൊ നമ്മളോടൊക്കെ എന്തെല്ലാം ചോദ്യം ഈ പത്രക്കാർ ചോദിക്കുന്നു. അപ്പൊ അവരോട് ചൂടാവുകയല്ല വേണ്ടത്. സംയമനത്തോടെ അത് മനസ്സിലാക്കുക. അവരവരുടെ ജോലി ചെയ്യുന്നു അല്ലേ? പത്രക്കാർ അവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. നമുക്ക് പറയാവുന്നത് പറയുക. പക്ഷെ ഇത് ഇത്ര ലളിതമല്ല കാര്യങ്ങൾ. അതേപോലെ ഈ ഇഷ്ടപ്പെട്ട ഫുഡ് എന്തൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമല്ല, കുറ്റമൊന്നും പറയാറില്ല. പിന്നെ ഇഡ്ഡലിയൊക്കെയാണ് ഒരുപാട് ഇഷ്ടം. നാടൻ ഫുഡാണ് ഇഷ്ടം. കപ്പയൊക്കെ അതൊക്കെ ഇഷ്ടം, കപ്പയൊക്കെ ഇഷ്ടം. പക്ഷെ പിന്നെ ഉപ്പേരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഞങ്ങൾ അടികൂടാറുണ്ട്. ഒരുപാട് കഴിക്കും ഉപ്പേരി, വറുത്ത സാധനങ്ങളൊക്കെ. വറുത്തത് കഴിക്കുന്നത് ഒരു പ്രശ്നമാണല്ലേ? അപ്പോൾ അത് എടുത്തോണ്ട് പോവോ? ഇല്ല, കുറച്ചൊക്കെ കഴിക്കും. അപ്പൊ വിളിച്ചൊക്കെ ചോദിക്കോ? വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോ എന്താ കഴിച്ചതെന്ന് ചോദിക്കുമ്പോ ഇത് പറയോ? ഈ ഉപ്പേരി പറയില്ല, അതൊക്കെ ഒളിച്ചു വെക്കും. അങ്ങനെ ഒരു ഇതുണ്ടോ? സീഡ്സ് ഒക്കെ കഴിക്കുന്നതിൽ? ഇഷ്ടമല്ല. ചിപ്സ്, ഉപ്പേരിയും അതൊക്കെ ഇഷ്ടമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോണ്ടിരിക്കും. കപ്പലണ്ടിയൊക്കെ ഇഷ്ടം. അതൊരു അഡിക്ഷൻ പോലെ ആയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അല്ല, എനിക്ക് ചോക്ലേറ്റ് കഴിച്ച് അവസാനം ചോക്ലേറ്റ് അഡിക്ഷൻ ആയി. ഞാൻ പിന്നെ അവസാനം പാടുവിട്ടാ മാറ്റിയത്. ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആണ്. പുറത്തു പോകുമ്പോൾ നമ്മുടെ ഫുഡ് തേടുവോ അതെ അവിടുത്തെ കഴിക്കും? അല്ല, അവിടുത്തെ ഫുഡ് കഴിക്കാൻ എനിക്ക് പാടൊന്നുമില്ല. വടക്കേന്ത്യൻ ഫുഡ് നമ്മളെപ്പോഴും യൂസ്ഡ് ആണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി കാലം ഉണ്ടായിരുന്നതുകൊണ്ട്. അതെ അതെ അതെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ വിദേശങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അതാണ് ഈ വെജിറ്റേറിയൻസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പം വിദേശ രാജ്യങ്ങൾ വെജിറ്റേറിയൻ കിട്ടാറുണ്ട്, അതേപോലെ അല്ല. നമ്മുടെ കടകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പം വെജിറ്റേറിയൻ ഫുഡ് കിട്ടും, അതേപോലെ അല്ല. പണ്ടൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ വലിയ പാടാണ്. ഈവൻ ഫ്ലൈറ്റുകളിൽ പോലും വലിയ പാടാണ്. അപ്പോൾ ഫ്ലൈറ്റുകളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്താൽ മതി, ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ ഏഷ്യൻ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ. ചില കാര്യങ്ങളിൽ നമുക്ക് കൊതിയുണ്ടാവും. എനിക്ക് ഇപ്പോൾ ചായ ഭയങ്കര ഇഷ്ടമാണ്, ചായ അഡിക്ഷൻ. ഞാൻ ചായയും കാപ്പിയും 15 വർഷമായി ഉപേക്ഷിച്ചു. ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ. ഓഹോ, അതൊരു അത് നമ്മൾ പണ്ടൊക്കെ ഈ MP MLA എന്നുള്ള നിലയിൽ നമ്മൾ പോകുമ്പോഴേ എല്ലാ വീട്ടിൽ നിന്നും ഓരോ ചായ തരും. എൻഡ് ഓഫ് ദ ഡേ 20 ചായ വരെ കുടിച്ച് സന്ദർഭങ്ങളുണ്ട്. പാല് ഓരോ വീട്ടിലും പാല് പ്രത്യേകം. ചിലടത്ത് മിൽമ പാലായിരിക്കും, ചിലത് എരുമപ്പാലായിരിക്കും, പശുവും പാലായിരിക്കും, ചിലത് പൊടിയായിരിക്കും. ഇതിങ്ങനെ മാറി മാറി കുടിച്ചിട്ട് അവസാനം നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാവും. തേയില, ചിലപ്പോൾ കാപ്പി ആയിരിക്കും തരുന്നത്, ചിലത് ചായ ആയിരിക്കും. അപ്പം ഇപ്പം എല്ലാവർക്കും അറിയാം ഞാൻ ചായ കുടിക്കില്ല, കോഫി കുടിക്കില്ല. അത് നല്ലതാണ്. അങ്ങനെ ആക്കിയാൽ നമ്മൾ ആ സമയത്ത് ചൂടുവെള്ളം കുടിച്ചാൽ. അതേപോലെ തന്നെ ഈ നമുക്ക് കൊതിയുള്ള ഫുഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സാറിന് കൊതിയുള്ള ഫുഡ് എന്താണ്? എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് കൊതിയാവുമല്ലോ ചിലപ്പോൾ, ഇന്നത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നില്ലേ?
എനിക്കിപ്പോൾ എറണാകുളത്ത് താമസമാക്കിയതിന് ശേഷം ചക്ക കിട്ടില്ല. അപ്പോൾ ചക്കയും കാന്താരി മുളകും ഒക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു വായിലിങ്ങനെ വരും. മാമ്പഴം വലിയ ഇഷ്ടമാണ്. മാമ്പഴം മാങ്ങ ഇഷ്ടമാണ്, ആ എവിടെ കണ്ടാലും കപ്പ പൊക്കിക്കൊണ്ട് ഇഷ്ടമാണ്. കപ്പ ഇഷ്ടമാണ്. അപ്പം മാമ്പഴമൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരും. അതെ, ആ. ഈ ആളുകളൊക്കെ കൊണ്ട് തരുമായിരിക്കുമല്ലോ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്നൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അവരത് വാങ്ങിക്കും, ഉം. എവിടെ കിട്ടുമല്ലോ. ഉം. കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കപ്പ ഇഷ്ടംപോലെ കിട്ടുമായിരുന്നല്ലോ, ഉം. ചക്ക കപ്പയൊക്കെ കിട്ടുമായിരുന്നല്ലോ. ഉം. ഇപ്പൊ കപ്പയൊക്കെ 5 സ്റ്റാർ ഹോട്ടലില്ല, ഉം. മെയിൻ ഐറ്റമാണ് അല്ലേ. ഉം. പണ്ട് നാട്ടിൽ കിട്ടുന്നത് സുലഭമായിട്ട് കിട്ടും, ഇപ്പൊ കിട്ടുന്നില്ല. ഈ ഉമ്മൻചാണ്ടി സാറുമായിട്ട് പ്രവർത്തിക്കാൻ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ അഭാവത്തിൽ കൂടെ നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നുമുണ്ട്. സാറുണ്ടായിരുന്ന സമയത്ത് ജനകീയത, പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിൽ സമയം നോക്കാതെ പ്രവർത്തിച്ചൊരു നേതാവ് കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു ആബ്സെൻസ് എത്രത്തോളമാണ് കോൺഗ്രസിന്? തീർച്ചയായിട്ടും ഉണ്ട്. ഉമ്മൻചാണ്ടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഉം. അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം കോൺഗ്രസ് പാർട്ടിക്കും സമൂഹത്തിനും ഒരു പ്രയാസം തന്നെയാണ്, ഉം. നഷ്ടം തന്നെയാണ്. ഉം. കാരണം ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആൾ കൂടി ചെല്ലാൻ പറ്റിയ ഒരാൾ, അങ്ങനെയുള്ള ആണല്ലോ വേണ്ടത്. ഉം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അടുക്ക് ഒരാൾ വരുമ്പോൾ ഒരു പ്രതീക്ഷയോടെ വരുന്നത്. ഉം. അപ്പം അയാളെ നമ്മൾ നിരാശപ്പെടുത്തി വിടാൻ പാടില്ല. ഉം. ഒരാൾ നമുക്കൊരു പെറ്റീഷനോ ഒരു കത്ത് എഴുതുമ്പോൾ അയാളുടെ മുഴുവൻ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആയിരിക്കും അയാൾ, അതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ എഴുതുന്നത്. ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാൾ വരുമ്പം ഉം. അത്രയ്ക്ക് പ്രയാസമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. ഉം. അപ്പോൾ ആ വരുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഉം. ഉമ്മൻചാണ്ടി ആ കാഴ്ചപ്പാടുള്ള ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ പലരും സംസാരിക്കുന്നതിൽ, ഇപ്പോൾ ഷാഫി ആയിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടോ ആയിക്കോട്ടെ, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു യങ്സ്റ്റേഴ്സിലേക്ക് ഇവിടെ എത്തുകയും പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്യും. ടെലിവിഷനിൽ ഈ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ഫൈറ്റിൽ ജയിക്കുന്നതാര് തോക്കുന്നതാരെന്ന് പറയുന്ന വേറെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വേൾഡിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അവിടെയൊക്കെ അല്ലല്ല, നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ചെറുപ്പക്കാരനുള്ളതിൽ അവരുടെ ഒരു ഫീൽഡാണ് അത് കൂടുതലും. നമ്മൾ അതിനൊക്കെ കുറച്ചുകൂടി മെച്ചൂർഡ് ആവുന്നതുകൊണ്ട് നമ്മളിൽ നിന്ന് ആളുകളെ മെച്ചൂർഡ് ഒപ്പീനിയനാണ് പ്രതീക്ഷിക്കുന്നത്. അവർ പറയുന്ന വാചകങ്ങളായിരിക്കത്തില്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളത് കുറച്ചുകൂടി മെച്ചൂർഡായി പറയണം. ആ തലമുറയിൽപ്പെട്ട ആളുകളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അല്ല, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ സജഷൻസ് ഒക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും, വിട്ടു പോകരുത് വാക്കുകൾ. തീർച്ചയായിട്ടും എല്ലാവരും അഡ്രസ് ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു നല്ല ഫൈറ്റേഴ്സ് ആവുമ്പോൾ മിടുക്കന്മാരാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്ലാമറസ് പൊസിഷൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഓരോ കാലഘട്ടങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളായിരുന്നു ഗ്ലാമറസ്, അവരുടെ കാലഘട്ടത്തിൽ അവരാണ്. സ്വാഭാവികം. ഓരോ തലമുറ മാറി വരുമ്പം അവർക്ക് അതിന്റെ ഒരു 10 വർഷം കഴിഞ്ഞ് ഇവരുടെ ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ടീം വരും. അതാണല്ലോ വേണ്ടത്. പാർട്ടിക്ക് അതാണ് ആവശ്യം, സമൂഹത്തിനും അതാണ് ആവശ്യം. നമ്മളെയൊക്കെ അങ്ങനെ കൊണ്ടുവന്നല്ലേ. 26-ാമത്തെ വയസ്സിൽ MLA-യും 28-ാമത്തെ വയസ്സ് മന്ത്രിയൊക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ ഗ്ലാമർ എന്തായിരുന്നു? നമ്മളങ്ങനെ കൊണ്ടുവന്നതല്ലേ പാർട്ടി. അതുപോലെ നമ്മൾ ഇതുപോലെ ചെറുപ്പക്കാരെ കൊണ്ടുവരും. ഇന്നുള്ള മിക്കവാറും ചെറുപ്പക്കാരെ അങ്ങനെ ഞാനും ഉമ്മൻചാണ്ടിയും കൂടെ കൊണ്ടുവന്നവർ തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അത് പ്രതിപക്ഷത്ത് നിൽക്കുന്നവരും ഒക്കെ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ സാധാരണ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ. അത്തരത്തിൽ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ലീഡറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ടാവാം. അതിലേതെങ്കിലും തരത്തിൽ പരിമിതിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ എങ്ങനെയാണ് അടുത്ത പാർലമെന്റ് ഇലക്ഷനെ നേരിടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഒരു കാര്യം മനസ്സിലാക്കും, രാഹുൽ ഗാന്ധി ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ലീഡറാണ്. അതിന് പ്രധാന കാരണം അദ്ദേഹത്തെ വളരെ ബോധപൂർവമായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പുതിയ സോഷ്യൽ മീഡിയ ടൂളുകൾ ഉപയോഗിച്ചും വളരെ മോശക്കാരനായി ചിത്രീകരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി വളരെ സിൻസിയറായ ഒരു ലീഡറാണ്, വളരെ ആദർശശുദ്ധിയുള്ള നേതാവ്. അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 10-12 സാധനങ്ങളേ ഉള്ളൂ. ഈ അധികാരത്തിൻ്റെ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കാത്ത ഒരാളാണ്. അദ്ദേഹം വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ നെഹ്റുവിനുണ്ടായിരുന്ന പല ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. മുതലാളിത്തത്തിനെതിരായ പോരാട്ടം, ധനികന്മാർക്കെതിരെയുള്ള പോരാട്ടം, അവരുടെ ചൂഷണത്തിനെതിരെയുള്ള നിലപാടുകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെ രാജ്യത്തെ പറ്റിയുള്ള ചിന്ത, ജനങ്ങളെ പറ്റിയുള്ള ചിന്ത, സഹപ്രവർത്തകരെ പറ്റിയുള്ള ചിന്ത, ഇതൊക്കെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അദ്ദേഹം അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരവസ്ഥ. നമ്മളെപ്പോലെ മാത്രമല്ല, എല്ലാവരോടും, ഏറ്റവും താഴെ പാവപ്പെട്ട ആളുകളോടും അദ്ദേഹം ചേർന്ന് നിൽക്കും.
ഏറ്റവും സാധാരണക്കാരായ ആളുകളുമായിട്ട് അദ്ദേഹം അടുത്ത് പെരുമാറും. അപ്പോൾ ഒരു നല്ല ലീഡറാണ്. അപ്പം നാളെ ഇന്ത്യയെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവായി നമുക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിയും. പക്ഷേ ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ പപ്പു എന്നും മറ്റേന്നും മറിച്ചെന്നും ഒക്കെ വിളിച്ച് അപമാനിച്ചു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയത് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആലോചിച്ച് നോക്കുക. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഒരു മനുഷ്യൻ കാൽനടയായി യാത്ര ചെയ്യുക. ആ യാത്രയിൽ കാണുന്ന മുഴുവൻ ആളുകളോട് ഫോട്ടോ എടുക്കുകയാണ്, മുഴുവൻ ആളുകളോട് സംസാരിക്കുകയാണ്, ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽപ്പെട്ടവരോട് അദ്ദേഹം സംവദിക്കുകയാണ്. അപ്പം അങ്ങനെ ആഫ്റ്റർ രാഹുൽ ഈ യാത്രയ്ക്ക് ശേഷം ഒരു പുതിയ രാഹുൽ ഗാന്ധിയാണ് അത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഇഴുകിച്ചേർന്ന് ഒരു പുതിയ രാഹുൽ ഗാന്ധി ഉയർന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതേപോലെ രണ്ട് പേരെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം, ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ പത്മരാജ വേണുഗോപാലും ഈ അനിൽ ആൻ്റണിയും കോൺഗ്രസിൻ്റെ കുടുംബത്തിലുള്ള കോൺഗ്രസിൻ്റെ തുടർച്ചയാകേണ്ട എന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും ചെയ്യാം. പക്ഷേ നമ്മൾ അപ്രതീക്ഷിതമായി നമുക്കുണ്ടാവുന്ന ഒരു അടി പോലെയാണ് കോൺഗ്രസിൽ കുടുംബത്തിനത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് അത് മറികടന്നു പോയത്? തീർച്ചയായിട്ടും അനിൽ ആൻ്റണി നല്ല ചെറുപ്പക്കാരനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾ. ഇപ്പോഴും എന്നെ ഇടയ്ക്ക് വിളിക്കും, ഞാനും വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. പാർട്ടി വിട്ടു പോകാൻ പാടില്ലായിരുന്നു, പാർട്ടിക്കകത്ത് തന്നെ നിൽക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അനിൽ ആൻ്റണിക്ക് ഒത്തിരി അവസരങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാകുമായിരുന്നു, അദ്ദേഹം പാർട്ടി വിട്ടു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഞങ്ങളൊക്കെയാണ്. ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ശിവൻ AK ആന്റണിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോഴും അതെ, ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഒന്നുമില്ല. അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പത്മജ വേണുഗോപാൽ പാർട്ടി വിടേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പത്മജയ്ക്ക് പാർട്ടി പാർലമെൻറ്റ് നയിക്കാൻ അവസരം കൊടുത്തു, 2 തവണ അസംബ്ലി നയിക്കാൻ അവസരം കൊടുത്തു. പിന്നെ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ട്. അങ്ങനെയല്ല, ജനറൽ സെക്രട്ടറി ആയിരുന്നു. പാർട്ടി എല്ലാ അവസരങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീഡറുടെ മകൾക്ക് കോൺഗ്രസ് കിട്ടുന്ന പ്രാധാന്യം വേറെ ഏത് പാർട്ടി പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്, തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രൈം മിനിസ്റ്ററെ അവിടെ ഉയർത്തി കാണിക്കുമ്പോൾ ശക്തനായ, കരുത്തനായ എന്നൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പിണറായി വിജയനെ ഉയർത്തി കാണിക്കുമ്പോൾ ശക്തനായ, കരുത്തനായ, ബദൽ എന്നുള്ള രീതിയിൽ ആണ് 2 ലീഡേഴ്സിനെ ഉയർത്തി കാണിക്കുന്നത്. ഈ 2 ലീഡേഴ്സിനെ നമ്മൾ ഈ കരുത്ത്, ശക്തി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന പരസ്യവാചകങ്ങളായിട്ട് പോകുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക് എങ്ങനെയാണ് ആ 2 മനുഷ്യരെ നോക്കിക്കാണുന്നത്? എത്രത്തോളം നല്ല ലീഡേഴ്സാണ്? അല്ല, പിണറായി വിജയൻ വ്യക്തിപരമായി ഞങ്ങളോടൊക്കെ അടുപ്പമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് ശക്തമായ എതിർപ്പുണ്ട്. മോഡിയുടെ കാര്യത്തിലും അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും നമുക്ക് എതിർപ്പുള്ള ഒരാളാണ്. വ്യക്തിപരമായി എനിക്ക് അങ്ങനെ വലിയ അടുപ്പം അദ്ദേഹമായിട്ടില്ല. ഈ പരസ്യവാചകങ്ങളുടെ ഈ കരുത്ത്, ശക്തി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ ഈ പരസ്യവാചകത്തിലൂടെ കൊടുക്കുന്ന വാചകങ്ങളല്ലേ, അതങ്ങനെ കണ്ടാൽ മതിയായി. ഇപ്പം ഞാൻ ചോദിച്ചല്ലോ, രാഹുലും ഷാഫിയൊക്കെ കുറച്ച് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ കയറി വരുമ്പോൾ അവരിലും പ്രതീക്ഷയുണ്ട്, യുവാക്കൾക്കൊക്കെ പ്രതീക്ഷയുണ്ട്. അത്തരത്തിലുള്ള ലീഡേഴ്സിനെ കുറേ കൂടെ പ്രൊമോട്ട് ചെയ്ത് വരണമെന്നാണ് സാധാരണക്കാരൊക്കെ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തെ എങ്ങനെയാണ് നമ്മൾ കോൺഗ്രസ് ഇപ്പോൾ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്? ഇപ്പം നമ്മളിപ്പോൾ ജില്ലാ സെക്രട്ടറി വരെ ACC തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ എങ്ങനെയാണ് കുറച്ചുകൂടെ? തീർച്ചയായിട്ടും കോൺഗ്രസ് എല്ലാ കാലത്തും ചെറുപ്പക്കാർക്ക് നല്ല അവസരം കൊടുക്കാറുണ്ട്. ഷാഫി 3 തവണ MLA, 1 തവണ MP ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്നു. രാഹുൽ മാക്കൂട്ടം വന്ന ഉടനെ തന്നെ ഇപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഉടനെ അദ്ദേഹത്തിന് MLA ആയി. അപ്പൊ അത് പാർട്ടി അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ധാരാളം പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുതിയൊരു തലമുറ വന്ന് പാർട്ടിയെ കൂടുതൽ നവീകരിച്ച് ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം കുറെ കഴിഞ്ഞാൽ പാർട്ടിക്ക് പുതിയ നേതൃത്വം വരണ്ടേ, എല്ലാ തലങ്ങളിലും വരണം, അത് ആവശ്യമാണ്. കഴിവുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി പ്രൊമോട്ട് ചെയ്യാറുണ്ട്, അത് ഇനിയും തുടരും. അത്